ഇവിടെയുള്ള എല്ലാ ടോയ്സിനെയും ആരാ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നേ? ആ Toys, let's play with the boys. നോക്കൂ മിസ്റ്റർ, നീ ആരാണ്? നിനക്കിപ്പോ എന്താണ് വേണ്ടത്? I am the great toy man. എനിക്കിപ്പോ ആവശ്യമുള്ളത് വളരെ ചെറിയൊരു കാര്യമാണ്. എന്താണത്? ഞാൻ എന്റെ ഈ ഡെഡ്ലി ടോയ്സ് വെച്ച് ഈ ലോകത്തെ തന്നെ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വൗ! ഈ ടോയ് ഫാക്ടറിയിലെ ടോയ്സ് എല്ലാം അമേസിംഗ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഡോഡോ? അടിപൊളിയായിട്ടുണ്ട്, കലക്കി. എല്ലാ ടോയ്സിന്റെ കൂടെ ഒരുപാട് നേരം കളിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നും കഴിക്കാതെ ആഹാരമൊന്നും കഴിക്കാതെ ഈ ടോയ്സ് വെച്ച് കളിക്കാമെന്ന് ഡോഡോ പറയുന്നുണ്ടെങ്കില് അതിനെന്താ അർത്ഥം എന്നറിയാലോ? ഈ ടോയ്സ് എല്ലാം ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ അമേസിംഗ്. സൺ സിറ്റിയിലെ ഈ ടോയ് കാർ ഫാക്ടറിയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ഈ ടോയ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് ഡാമേജ് ആവില്ല. കുട്ടികൾക്ക് ഇത് വെച്ച് എങ്ങനെ വേണമെങ്കിലും കളിക്കാം. ഞാനൊരു ഡെമോ കാണിക്കാം. അയ്യോ, ഈ ടോയ്സ് ഏത് മെറ്റൽ വെച്ചാ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നേ? ആ ടോയിൽ വന്ന് കൊണ്ടതും എന്റെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സ്പാനർ പീസായി പോയല്ലോ. ഈ കാറിൽ ഒരു ചെറിയ സ്ക്രാച്ച് പോലും ആയിട്ടില്ല. കാരണം ഈ ടോയ്സ് ഒരു സ്പെഷ്യൽ മെറ്റൽ വെച്ചാ ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഈ ഫാക്ടറിയിൽ ഉണ്ടാക്കിയ എല്ലാ ടോയ്സും വളരെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. ഇതുപോലുള്ള ടോയ്സിനെ കുറിച്ച് രണ്ട് വാക്കിൽ പറയണമെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. സാധാരണ അടിപൊളിയല്ല, സൂപ്പർ അടിപൊളി, സൂപ്പർ ഡൂപ്പർ അടിപൊളി. എന്തായാലും ഞാനിപ്പോ വളരെ സൂപ്പർ ഡൂപ്പർ ആയ നട്ട്സ് കഴിച്ചോട്ടെ. ഇത്തരം സൂപ്പർ ക്വാളിറ്റി ടോയ്സിനെ നമ്മൾ സൺസിറ്റിക്ക് പുറത്ത് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സൺസിറ്റിക്ക് ഒരുപാട് കാശും കിട്ടും, ഒരുപാട് സമ്പാദിക്കുകയും ചെയ്യാം. ടോണിയുടെ പഞ്ചിന് മുന്നിൽ വലിയ വലിയ ആളുകൾ പോലും ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ ഈ ചിണ്ടുവിന്റെ ടോയ്സ് ഒന്നിനും പറ്റില്ല. കാര്യം ചുമ്മാ കലബിലാന്ന് സംസാരിക്കരുത്. ഇപ്പൊ ഞാൻ എന്റെ റാഡിഷ് കഴിക്കാൻ പോവാ. പക്ഷെ എനിക്ക് ക്യാരറ്റ് ആണ് ഇഷ്ടം. ഞാനത് തിന്നുന്നതിൽ നിനക്കെന്താടാ പ്രശ്നം? ടോണി, ചെറിയ കാര്യത്തിന് മറ്റുള്ളവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് വലിയ തെറ്റാണ്. ഇക്കോ, ഇന്ന് ഞാൻ നിനക്ക് എന്റെ പഞ്ചിങ് പവർ എന്താണെന്ന് കാണിച്ചു തരാം. ഓ വൗ! ഈ ഫൈറ്റർ ടോയ്സിനെ കാണാൻ വളരെ റിയൽ ആയിട്ടുണ്ടല്ലോ. അതെ അതെ, റിയലിനേക്കാളും വളരെ സൂപ്പറായ റിയൽ, വെരി വെരി റിയൽ. ഞാനൊരല്പം കഴിച്ചോട്ടെ. ആണോ? അപ്പൊ എന്റെ ഈ പഞ്ചിങ് പവർ ഉപയോഗിച്ച് അവരെ അൺറിയൽ ആക്കി കാണിച്ചു തരാം. ഷെടാ, ഇതെന്താ? ഈ ഫൈറ്റർ ടോയ്സ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ആയത്? R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. അതായത് ഈ ടോയ്സ് ഡേഞ്ചർ ആണ്. എന്റെ ദൈവമേ, ഈ ടോയ്സിനെ നമ്മളിപ്പോ ചെയ്യേണ്ടത് ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ സ്റ്റോപ്പ്. എനിക്ക് തോന്നുന്നത് ടോയ്സിന്റെ ആർമി അറ്റാക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണെന്നാ തോന്നുന്നത്. മമ്മി, രക്ഷിക്കണേ. എന്റെ കുട്ടികൾ ആരെങ്കിലും ടാർഗറ്റ് ചെയ്തു എന്നറിഞ്ഞാൽ ഞാൻ അത് കണ്ട് നോക്കി നിൽക്കില്ല. ഞാൻ അവരെ വെടിവെച്ച് കൊല്ലും, കേട്ടോ?
കാലയ്ക്ക് സാറേ എന്തൊരു പഞ്ച് ഡയലോഗാ പറഞ്ഞത്. ഞാൻ അതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്യട്ടെ. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫൈറ്റർ കമാൻഡോ ടോയ്സും ഇങ്ങോട്ടാ പോയത്. കാണാൻ അവര് വെറും ടോയ്സ് ആണ്, പക്ഷെ അവരുടെ കിക്കിന്റെ പവർ വളരെ റിയൽ ആണ്. അതിനിടയ്ക്ക് അവർ എങ്ങോട്ടാ പോയത്? ഈ ഫൈറ്റർ ടോയ്സ് എന്നെ വീണ്ടും വീണ്ടും ബാക്ക് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു കിക്കിന്റെ കൂടെ ചേർത്ത് ട്രിക്കും വർക്കൗട്ട് ചെയ്യണമെന്നാ. ഇനി ഇവരുമായിട്ട് ഏറ്റുമുട്ടാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഡെഡ്ലി ടോയ് സൺസിറ്റി അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുക. നമുക്ക് ഉടൻ തന്നെ സൺസിറ്റിയെ രക്ഷിച്ചേ പറ്റൂ. കമോൺ കീക്കോ, കുട്ടികൾക്കുള്ള ടോയ്സിനെ കണ്ട് നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ ഇപ്പൊ തന്നെ അവരെല്ലാവരെയും വകവരുത്താം. ഓ നോ, അവരെല്ലാവരും ചേർന്ന് എന്നെ വകവരുത്തി കളഞ്ഞു. സൂപ്പർ സ്പീഡോ, ജെറ്റ് സ്പീഡ് ഓൺ ചെയ്ത് ഇവിടുന്ന് പോയേക്ക്. ഇവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നമുക്ക് പോകുന്ന വഴിയിൽ ആലോചിക്കാം. യു ആർ റൈറ്റ് കീക്കോ, ലെറ്റ് മീ ആക്ടിവേറ്റ് മൈ ജെറ്റ് സ്പീഡ്. കീക്കോ, ആ ടാങ്ക്സ് നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? വേഗം ഒരു ഐഡിയ പറയൂ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 69. ഓക്കെ ബഡി, ഫോർമുല 69 ആക്ടിവേറ്റ് ചെയ്തിട്ട് അവർക്കൊരു നല്ല തിരിച്ചടി ഞാൻ ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. അവരുടെ ബുള്ളറ്റ് വളരെ ചെറുതുമാണ്, മാത്രമല്ല ഹൈ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കീക്കോ, അവർ നമ്മളെ ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നത് വളരെ പ്രയാസമാണ്. കീക്കോ, ഈ ടോയ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്തേ പറ്റൂ. നീ പറയുന്നത് ശരിയാ സൂപ്പർ സ്പീഡോ. ആദ്യം നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ.
നമ്മൾ രണ്ട് സൈഡിൽ നിന്നും അവർ ചുറ്റി വളച്ചിരിക്കുകയാണ്. കീക്കോ വേഗം പറ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ടോയ്സ് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കീക്കോ വേഗം ഒരു ഐഡിയ പറയൂ. കീക്കോ, ഈ അവസ്ഥയിൽ എനിക്ക് അങ്ങോട്ട് ഓടാൻ പോലും പറ്റില്ല. എഞ്ചിൻ സ്റ്റാർട്ടാകാൻ ഇനിയും കുറച്ച് സമയം പിടിക്കുമെന്ന് തോന്നുന്നു. ആ നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 245. ഫാന്റാസ്റ്റിക് ഐഡിയ കീക്കോ. ഇപ്പൊ നോക്കിക്കോ, ഞാൻ എന്റെ വാക്യൂം ക്ലീനർ വെച്ച് അവരെ ഞാൻ ഒറ്റയടിക്ക് ക്ലീൻ ആക്കും. ഓരോരുത്തരെയും ഞാൻ പീസാക്കി വലിച്ചെറിയും. ഇപ്പൊ പറയൂ, ആരെങ്കിലും അവിടെ ബാക്കിയുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് വാടാ. ഇത് എന്താ പറ്റിയത്? കീക്കോ, ഏത് ഫൈറ്റർ കമാൻഡോ ടോയ്സിനെ വാക്യൂം ക്ലീനർ വഴി അകത്തോട്ട് വലിച്ചെടുത്തില്ലേ? അവരകത്ത് ചെന്നിട്ട് എന്റെ മെഷീൻ പാർട്സിനെയൊക്കെ പീസാക്കി വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അങ്ങോട്ട് നോക്കൂ, എന്തെങ്കിലും ചെയ്യൂ കീക്കോ. വേഗം അതിവേഗം R7ലേക്ക് തിരിച്ചു പോകട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഇവിടെയുള്ള എല്ലാ ടോയ്സിനെയും ആരാ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നേ? Toys, let's play with the boys. നോക്കൂ മിസ്റ്റർ, നീ ആരാണ്? നിനക്കിപ്പോ എന്താണ് വേണ്ടത്? I am the great toy man. എനിക്കിപ്പോ ആവശ്യമുള്ളത് വളരെ ചെറിയൊരു കാര്യമാണ്. എന്താണത്? ഞാൻ എന്റെ ഈ ഡെഡ്ലി ടോയ്സ് വെച്ച് ഈ ലോകത്തെ തന്നെ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇക്കാര്യത്തിൽ നിനക്കൊരു വിരോധമില്ലെന്ന് ഞാൻ കരുതുന്നു. നോക്കൂ ടോയ്മാൻ, നിന്റെ ടോയ്സിനെ വെച്ച് ഈ ലോകത്തെ ഭരിക്കാൻ ശ്രമിക്കുന്നത് വളരെ വലിയ തെറ്റാ. പക്ഷെ എനിക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വളരെ സന്തോഷം തോന്നുന്നത്. എനിക്കിപ്പോൾ തോന്നുന്നത് ടോയ്മാനും നീയും ഏറ്റുമുട്ടുന്നത് ഞാൻ കണ്ട് രസിക്കണം. ടോയ്സ്, ലെറ്റ്സ് പ്ലേ വിത്ത് ബോയ്സ്. ടോയ്മാൻ തന്റെ ടോയ്സിനെ ഹെലികോപ്റ്ററിലെ കൺസോൾ വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ഞാൻ അവന്റെ ഹെലികോപ്റ്ററിനെ നശിപ്പിക്കണം. എടാ കൊച്ചു ചെക്ക, ഇത് നീ വീട്ടിൽ മുഖം നോക്കുന്ന സാധാരണ കണ്ണാടി അല്ല. നീ ഇങ്ങനെ ചാടി ചവിട്ടിയാൽ ഈ കണ്ണാടിയൊക്കെ പീസ് ആകുമെന്ന് കരുതിയോ? ഇത് ഞാൻ തയ്യാറാക്കിയ അൾട്ടിമേറ്റ് സ്ട്രോങ് ഗ്ലാസ് കവർ. ഇത് നിന്നെ പോലെ ചെറിയ കൊച്ചു ചെറുക്കൻ മാത്രമല്ല, വലിയ ആനകൾ ചവിട്ടിയാലും ഒന്നും സംഭവിക്കില്ല. ടോയ്സ്, ലെറ്റ്സ് പ്ലേ വിത്ത് ബോയ്സ്. എടാ കൊച്ചു ചെറുക്ക, വീട്ടിൽ നീ ചാടി ചവിട്ടുന്നതിന് മുമ്പ് ഒന്ന് അല്പം തിരിഞ്ഞു നോക്ക്. ഇനി എന്തെങ്കിലും ഗുലുമാലി നീ ഒപ്പിച്ചാലുണ്ടല്ലോ, അവിടെ തൂങ്ങിക്കിടക്കുന്ന നിന്റെ ഫ്രണ്ട്സിനെ ഞാൻ ഷൂട്ട് ചെയ്ത് കൊല്ലും. Toys, let's play with boys. ഇപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി സറണ്ടർ ആയതുപോലെ അഭിനയിച്ചേ പറ്റൂ. ഇവരെല്ലാവരെയും സൺ സിറ്റിയിലുള്ള സേഫ് ആയ ഒരു ജയിലിൽ കൊണ്ടുപോയി ഇട്ടേക്ക്. ടോട്ടൽ ലോകവും ഞാൻ ഭരിക്കാൻ പോവുകയാണ്. പക്ഷേ അതിന് എനിക്ക് സൺ സിറ്റിയുടെ ലേറ്റസ്റ്റ് ടോയ് ഫാക്ടറിയിലേക്ക് ചെന്ന് എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ ജോലി തുടങ്ങണം. ടോയ് മാൻ്റെ ടോയ്സ്, അത് വെച്ച് ഞാൻ എല്ലാവരെയും ഡിസ്ട്രോയ് ചെയ്യും.
ടോയ്സ് മാൻ മുഴുവൻ സൺസിറ്റിയെയും അവന്റെ കൺട്രോളിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു കാര്യമാണ് മനസ്സിലാവാത്തത്. ആ ടോയ്മാൻ ആ ടോയ് ഫാക്ടറിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അതന്നെയാണ് ഞാനും ആലോചിക്കുന്നേ. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തണം. അതായത് നമ്മളിപ്പോ ചെയ്യുന്ന കാര്യത്തെ അതിനെ 2 വാക്കിൽ പറയണമെങ്കിൽ സ്മാർട്ട് പ്ലാനിങ്. ആ, ഒരു ഐഡിയ ഉണ്ട്. സൂപ്പർ സ്പീഡോ, നീ ടോയ് ഷേപ്പിൽ പുറത്തേക്ക് വന്നേക്ക്. അങ്ങനെയാവുമ്പോ ഈ ഫൈറ്റർ ടോയ്സ് നിന്റെ അകത്ത് പോയി പ്രശ്നമുണ്ടാക്കില്ല. No problem, Kiko. I am ready. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നീ വളരെ സൈലന്റ് ആയിട്ട് സെല്ലിന് പുറത്തുള്ള ആ ലോക്കിനെ നിന്റെ ലേസർ ബീം വെച്ച് കട്ട് ചെയ്തേക്ക്. എന്നിട്ട് ആ ടോയ്സിന്റെ ശ്രദ്ധയൊന്ന് മാറ്റ്. അതിനിടയ്ക്ക് ഞങ്ങൾ ഇവിടുന്ന് എസ്കേപ്പ് ആയേക്കാം. ഓക്കെ? യെസ് ബ്രോ, കാര്യം കഴിഞ്ഞു എന്ന് വിചാരിച്ചോ? oops, sorry. ഡോഡോ, ട്വിങ്കിൾ, നിങ്ങൾ എല്ലാവരെയും സേഫായ സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കോ. ഞാൻ ചെന്ന് സൂപ്പർ സ്പീഡോയെ സഹായിക്കാം. ടോയ്സിന്റെ അറ്റാക്കിൽ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്റെ ലേസർ ബീം കാരണം അവർക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഏതായാലും ഒരുപക്ഷെ സ്കാൻ ചെയ്ത് നോക്കിയേക്കാം. ഇവരെ ഏത് മറ്റേത് കൊണ്ടാ ഉണ്ടാക്കിയെന്ന് അറിയാലോ. ഓ നോ, കീക്കോയുടെ കമന്റ്സ് ഇല്ലാതെ എനിക്ക് ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല. കീക്കോ, താങ്ക് യു പാർട്ട്ണർ. നീ എന്തിനാ താങ്ക്സ് ഒക്കെ പറയുന്നത് സൂപ്പർ സ്പീഡോ? ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം എന്നെ താഴെ വീഴാതെ നീ സേഫ് ആയിട്ട് രക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് നിന്നെ രക്ഷിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടി. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 62 അപ്ലൈ ചെയ്തിട്ട് നിന്റെ റിയൽ ഷേപ്പിലേക്ക് വന്നേക്ക്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഓക്കെ ബഡി. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പേടിച്ചോടില്ല. ആ ടോയ്സ് നമ്മളെ കണ്ട് പേടിച്ചോട് നോക്കിയോ. ഞാൻ ആ ടോയ്സിന് സ്കാൻ ചെയ്ത ഒരു കാര്യം കണ്ടെത്തി. അവയെല്ലാം ടൈറ്റാനിയം മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അൾട്രാസോണിക് ബീം യൂസ് ചെയ്ത് ഫ്യൂ സെക്കൻഡിൽ അതിന് തകർത്തേക്കാം. നൗ ഇറ്റ്സ് ടൈം ഫോർ പ്ലേ ബാക്ക്. ഓരോരുത്തരെയും ഞാൻ പീസാക്കാൻ പോവാ. അവസാനം ആ ഹെലികോപ്റ്ററും ഡാമേജ് ആയി. ശരി വാ, ഇപ്പൊ നമുക്ക് അകത്ത് ചെന്ന് ടോയ്മാനെ ശരിക്കൊരു പാഠം പഠിപ്പിക്കാം. നീ പറഞ്ഞത് ശരിയാണ് കീക്കോ. അവനെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. ശരിയായ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പറയണം. ടോയ്മാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നത്. ടോയ്മാൻ ഒരിക്കലും പേടിച്ചോടില്ല. അവൻ എല്ലാവരെയും ഓടിക്കും. ടോയ്മാന്റെ ടോയ്സ് വെച്ച് ആർക്കും കളിക്കാനാവില്ല. അത് മറ്റുള്ളവരെ കളിപ്പിക്കും ബുള്ളറ്റ്സുകൾ കൊണ്ട്. ദേ നോക്ക് ടോയ്മാൻ, ഞാൻ നിന്റെ എല്ലാ ടോയ്സിനും ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? മര്യാദയ്ക്ക് സറണ്ടർ ആവുന്നതാണ് നല്ലത്. ഓ നോ കിക്കോ, നീ എന്റെ എല്ലാ ടോയ്സും തകർത്ത് കളഞ്ഞോ. എന്നാ പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും? ഓ ഓ ഓ, ഞാൻ ശരിക്കും പേടിച്ചു പോയി. പേടിച്ചിട്ട് വിറയ്ക്കുകയാണ്. ജീവിതത്തിൽ ആരെങ്കിലും പേടിച്ചാൽ അവൻ അതോടെ മരിച്ചുപോയെന്നർത്ഥം. ടോയ്മാൻ ഏത് ടൈപ്പാന്ന് അറിയോ? ടോട്ടൽ ലോകത്തെയും ഭരിക്കാൻ പിറന്നവനാണ്. അവൻ തന്റെ ഈ പുതിയ ടോയ്സ് ഉപയോഗിച്ച് ടോട്ടൽ ലോകത്തെയും തന്റെ കയ്യിൽ കൊണ്ടുവരും. ടോയ്സ്, ലെറ്റ്സ് പ്ലേ വിത്ത് ബോയ്സ്. ഡോണ്ട് വറി കീക്കോ, ഞാൻ ആ ടോയ്സിനെ അൾട്രാസോണിക് ബീം ഉപയോഗിച്ച് തകർത്തേക്കാം.
ഈ ടോയ്സുകൾ എന്റെ പഴയ ടോയ്സിനേക്കാളും വളരെ സ്ട്രോങ് ആണ്. കാരണം ഈ ടോയ്സുകൾ ഇതൊക്കെ എന്റെ ഈ ഫാക്ടറിയിൽ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അവരെയൊന്നും നിന്റെ ഈ ഒരു അറ്റാക്കും ഡാമേജ് ചെയ്യില്ല. പക്ഷെ ഒരു കാര്യം, എന്റെ ടോയ്സ് അവർ ഫയർ ചെയ്യുന്ന ഓരോ ഫയറിങ്ങും നിങ്ങളെ പീസ് ആക്കും. ടോയ്സ്, ലെറ്റ്സ് പ്ലേ വിത്ത് ബോയ്സ്. കിക്കോ, ഈ ഫൈറ്റർ കമാൻഡോ ടോയ്സ് വീണ്ടും എന്റെ സിസ്റ്റത്തിനകത്ത് നിന്ന് എന്നെ തകർക്കാൻ നോക്കുകയാണ്. സൂപ്പർ സ്പീഡോ വേഗം, ഫോർമുല നമ്പർ 55. ടോയ്മാനോട് ഏറ്റുമുട്ടാൻ വന്നവന്റെ ഗതികേട് കണ്ടില്ലേ? എന്റെ ടോയ്സിന്റെ അറ്റാക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടല്ലോ. ടോയ്സ്, ലെറ്റ്സ് പ്ലേ വിത്ത് ബോയ്സ്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 090 അപ്ലൈ ചെയ്യേ. ഓക്കെ ബഡി. സൂപ്പർ സ്പീഡോ ഇപ്പൊ നിന്നെ ഓട്ടോ റിപ്പയർ മോഡിലിട്ടിട്ട് ടോയ് മാനെ ഫോളോ ചെയ്യേ. ഓക്കെ ഓക്കെ ബഡി, ആക്ടിവേറ്റിംഗ് ഓട്ടോ റിപ്പയർ മോഡ്. ആദ്യം അതിഭയങ്കര ബ്ലാസ്റ്റ് ഏർപ്പെടുത്തും. അതിനുശേഷം ഞാൻ ഈ സിറ്റിയെ മുഴുവനും സ്വന്തമാക്കും. കാരണം കയ്യിൽ കമ്പെടുക്കാതെ പശുവിൽ നിന്ന് പാല് കറക്കാനാവില്ല. ഇതൊരൽപ്പം പ്രശ്നം പിടിച്ച സൺസിറ്റിയാണ്. ടോയ്സ്, ലെറ്റ്സ് പ്ലേ വിത്ത് ബോയ്സ്. ഇങ്ങനെ പോയാൽ ടോയ്മാൻ ടോട്ടൽ സൺസിറ്റിയെയും നശിപ്പിക്കും. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 325. ഗ്രേറ്റ് ഐഡിയ ബഡി. ഫോർമുല 325 ആക്ടിവേറ്റ് ചെയ്തിട്ട് സൺസിറ്റി ടോട്ടലായി ഞാൻ ക്ലീൻ ചെയ്തേക്കാം. ഇപ്പൊ ആ ടോയ്മാൻ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 817 ആക്ടിവേറ്റ് ചെയ്ത് മിസൈൽ ഷൂട്ട് ചെയ്ത് ടോയ്മാന്റെ ഹെലികോപ്റ്റർ ഡിസ്ട്രോയ് ചെയ്യേ. ഹെലികോപ്റ്ററിൽ മാത്രമാണ് ഗ്ലാസ് സിറ്റി കവർ ചെയ്തിരിക്കുന്നത്. ഫാൻ കവർ ചെയ്തിട്ടില്ലല്ലോ. വേഗം ഫോർമുല നമ്പർ 444. ഓക്കെ ഡ്യൂഡ്, പക്ഷേ ഒരല്പം സൂക്ഷിച്ചു വേണം കളിക്കാൻ. ഓ നോ! എന്റെ ഹെലികോപ്റ്റർ! ഇനി ഞാൻ എന്റെ ടോയ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും? നിന്നെ പോലെ ജഗജാല അഭ്യാസങ്ങൾ കാണിക്കുന്നവനെ എടുത്തിട്ട് ചവിട്ടി ജയിലിടുന്നതാണ് എന്റെ ജോലി. എന്ന് വെച്ചോ സാർ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. പിന്നെ സൂപ്പർ സ്പീഡോ, നിങ്ങൾ വീണ്ടും ഇന്നൊരു കാര്യം തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങൾ രണ്ടാളും ഇവിടെ ഉള്ളതുവരെ സൺസിറ്റി ആർക്കും ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. അത് ശരിയാണ് മേയർ അങ്കിൾ. ഞങ്ങൾ ഇവിടെ ഉള്ളതുവരെ നോ ടെൻഷൻ.